കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്ന പ്രൊജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം ഇറാനുമായുള്ള ധാരണയിലെത്തിയതിനാലെന്ന് ട്രംപ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്നും ഒരു ഘട്ടം അവസാനിച്ചുവെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള അമേരിക്കൻ സൈനിക നീക്കമാണ് പ്രോജക്ട് ഫ്രീഡം. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തുന്ന തീരുമാനമെന്നും ഇറാനുമായി അന്തിമ സമാധാന കരാറിലേക്ക് എത്തുന്നതിനാണ് മുൻഗണനയെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കടലിടുക്കിലെ ഉപരോധം തുടരുമെങ്കിലും നയതന്ത്ര ചർച്ചകൾക്ക് അവസരം നൽകാനാണ് സൈനിക നടപടിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ വലിയ വിജയം നേടിയതായും ഒരു അന്തിമ ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിലെ സൈനിക നടപടികൾ നിർത്തിവെക്കുന്നത് ആഗോള വിപണിയിൽ വലിയ മാറ്റമുണ്ടാക്കും. എന്നാൽ കടലിടുക്കിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നുള്ള പിൻവാങ്ങലാണിതെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ പറഞ്ഞു. അതേസമയം ഇറാനിലെ അമേരിക്കൻ ഇസ്രയേൽ സൈനിക നീക്കമായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്നും ഈ ഘട്ടം അവസാനിച്ചുവെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. സമാധാനത്തിന്റെ പാതയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത് ഒരു ഉടമ്പടിയാണെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നും സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നും റൂബിയോ ആവശ്യപ്പെട്ടു. മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയോട് ടെഹ്റാൻ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, അമൃത TV.